ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കണ ഖത്താറില്ല. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് പോവാനുണ്ട്. എല്ലാരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞങ്ങൾ അവിടെ എത്താനായി. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നാലാണ് നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഖത്താറ് നല്ല വ്യൂ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ വന്നാൽ നിങ്ങൾക്ക് സമയം പോണത് അറിയില്ല. അതാണ് ഖത്താറ. ഇനി അവിടെ പോയിട്ട് കാറ് പാർക്കിയാല സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം. കുറെ മരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ കണ്ണും മരയും പുല്ലൊക്കെ പല രാജ്യത്തൊന്നും കൊണ്ടുവന്നിട്ട് വെച്ചിക്കണതാണ്. ആ മരങ്ങളൊക്കെ കാണാൻ നല്ല രസല്ലേ? കാണാനൊക്കെ എനിക്ക് തോന്നുന്ന നമ്മുടെ നാട്ടിലത്തെ പോലെയാണ്. നാട്ടിലെ പുല്ലുകളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. ഇതൊക്കെ അവര് വെച്ച് പിടിപ്പിച്ച് നല്ല ഇവിടെ ഏറ്റവും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ. ആ മോളിൽ നിന്ന് താഴെക്കൂറുണ്ടാൻ നല്ല രസമാണ്. ഇവിടെ കുറെ ബീച്ച് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ സാധനങ്ങളുണ്ട്. ഞങ്ങളിപ്പോ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. നിങ്ങളൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടാ. നമ്മൾ അവിടെ പോകുമ്പോ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാവും. അതൊരു ശരിക്കുള്ള ഗിഫ്റ്റ് അല്ല, അതൊരു ബിൽഡിംഗ് ആണ്. അവിടെ കുറെ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്. അതിന്റെ മേലെ ഒക്ടോബസ് ഉണ്ട്. അത് രാത്രി കാണാൻ നല്ല രസമാണ്. ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് കുറെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. അവിടെ കുറെ നല്ല ഭംഗിയുള്ള പെയിന്റിങ്സ് ഉണ്ട്, പിന്നെ ഹോൾസ് ഉണ്ട്. ആദ്യം നമുക്ക് പാർക്കിൽ പോയിട്ട് കാണാം. ഞാന് വരണ സമയത്ത് കുന്ന് കണ്ടപ്പോ അതിനെ മേലെ ഞാൻ കേറി. ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ പാർക്കിലേക്ക് പോവാൻ. ഒപ്പം ചോദിച്ചു ആദ്യം പോവുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തു, റോഡ് ക്രോസ് ചെയ്തിട്ട് പാർക്കിലേക്ക് നടന്നു. ഞാനാണെങ്കി പാർക്കിലേക്ക് നടക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് പോയി, പപ്പൻ ചുറ്റും സെക്കൻഡ് പോയി. ഞാൻ എന്താ ചെയ്തു, ചൂച്ചൂനെ കയറ്റും, എന്നിട്ട് ഞാൻ ഓടിച്ചാടി കേറും. അതാണ് ഞാൻ ചെയ്യാ. ചൂച്ചൂനൊന്നും കേറാൻ പറ്റണുണ്ടായിരുന്നില്ല. ഞാൻ മേലെ കണ്ടപ്പോ ഓടിപ്പോയി. ഇവരൊന്നും ഞാൻ നോക്കിയില്ല. അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് ഓടിക്കളിക്കാൻ നല്ല രസമായിരുന്നു. ഇതാണ് മോളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോല് വ്യൂ. ഞാനും ചോദിച്ചു അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഇതൊരു കുന്നാണ്. കുന്നിന്റെ മേലൊക്കെ നമ്മൾ കേറണം. നല്ല കഷ്ടപ്പാടാ. ഞാൻ ആദ്യം ഓടിച്ചാടി കേറാണ്. അവർക്കൊന്നും കേറാൻ പറ്റണില്ല. ചൂച്ചു നോക്കുമ്പോ ഞാൻ അവിടെ എത്തിണ്ടാന്ന്. ചൂച്ചു കരച്ചിൽ തുടങ്ങി എന്റെ കൂടെ വരാത്തേ. അതിന്റെ മേലെ റിസോർട്ടും കഫേയും ഉണ്ട്. ആ പുല്ലിന്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ടാ. ഞാൻ മേലെത്തി. ചൂച്ചാണെങ്കിൽ നടന്നു വരെ. ചൂച്ചാണെങ്കിൽ ടയേർഡായി. അവിടെ കുറെ വണ്ടികൾ പോവുന്നുണ്ട്, അറബികളൊക്കെ ഉണ്ട് കേട്ടോ. ആ പുല്ലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നല്ല ഭംഗിയാണ്. മേലെ റിസോർട്ട് കണ്ടില്ലേ നിങ്ങള്? സൂര്യനില്ലേ അസ്തമിക്കുന്നുണ്ട് കേട്ടാ. സണ്ണിന്റെ കളർ ഓറഞ്ചാ. ചൂച്ചക്ക് നല്ല ഇഷ്ടമായി അങ്ങോട്ട് പോയപ്പോ. ചൂച്ചാണെങ്കിലും ഞാനാണെങ്കി എന്ത് ചെയ്ത് താഴേക്ക് ഓടി. പിന്നെ ഞാന് എന്ത് ചെയ്ത് മേലെ വന്നിട്ട് ടയേർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഓടി തളർന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാനാണെങ്കി എന്ത് ചെയ്ത് നല്ല രീതിക്ക് ഓടുന്ന സമയത്ത് പപ്പ പറഞ്ഞ ഓടണ്ട, റെസ്റ്റ് എടുക്കിപ്പൊ തന്നെ കുറെ നേരം നടക്കാണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്ത് മൈൻഡ് ചെയ്യാണ്ട് ഇതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഓടിച്ചാണെങ്കിൽ ഒരു അറബി
പെൺകുട്ടീനെ കണ്ടപ്പോ കൂട്ടായി. ഞാനാണെങ്കിൽ താഴെ പോയിട്ട് മേലെ വന്ന് ഇവിടെ ഓടിക്കളിക്കാൻ നല്ല രസമുണ്ട്. ഇടയ്ക്ക് തളർന്നു പോവും, പിന്നെ എണിക്കും. പിന്നെ എനിക്ക് ഓടാൻ പറ്റണമെങ്കിൽ ഞാൻ ഓടും. അവിടെ കുറെ ആൾക്കാർ ബബിള് വീർപ്പിച്ച് കളിക്കുന്നുണ്ട്. അറബികളൊക്കെ കാറ് കൊണ്ടുവന്നിട്ട് കാർ അവിടെ വെച്ചിട്ട് പോവുന്നുണ്ട്. മേലെന്ന് താഴേക്ക് നോക്കിയപ്പോളോ അങ്ങനെ നോക്കിയതാ. നോക്കുമ്പോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. അവിടെ ബീച്ചുണ്ട്. അത് മാത്രമല്ല അവിടെ കൊറേ ബോട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഹോട്ടലാണ്. ഈ ചെറുത് കാണുന്നതൊക്കെ ടൂറിസ്റ്റിന് ലീവ് ചെയ്യാനാണ്. ഞാനാണെങ്കിലോ നല്ല രീതിക്ക് ഓടി കളിക്കണ്ട്. കൊറേ ചെക്കന്മാര് താഴേക്ക് പോയിട്ട് മേലൊക്കെ ടയേർഡാണ്ട്. ഞാനൊന്നും കൂടി അവര് താഴെ പോണ കണ്ടപ്പോ ഞാൻ എന്താ ചെയ്തു, ഒരേട്ടം കൂടി താഴെ പോവാന്ന് വിചാരിച്ച് താഴെ പോയി. എന്നിട്ട് ഞാൻ മേലെ വരുന്ന സമയത്ത് അവര് വരണുള്ളൂ. ഞാനാണെങ്കി വന്ന് എത്തിയപ്പോഴും ഇനി നമുക്ക് താഴെ പോയിട്ട് ബീച്ച് കാണാൻ പോവാ, ബോട്ടിന്റെ അടുക്ക്, ഷിപ്പിന്റെ അടുക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്ന്. ഇരുട്ടായിണ്ടെങ്കിൽ ബീച്ച് കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞങ്ങള് രാവിലെ തന്നെ പോയി. അപ്പൊ പപ്പ വിളിച്ചു കൊണ്ടുപോവാൻ ബീച്ചിക്ക്. ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ബീച്ച് കാണാൻ പോവുകയാണ്. ഞാനാണെങ്കിൽ എന്ത് ചെയ്ത് അവിടെ കിടന്നിട്ട് ഉരുണ്ടുപോയി. ഫസ്റ്റ് ഒക്കെ പാളിപ്പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒന്നും കൂടി ചെയ്യാന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഓടിപ്പോയിട്ട് അവിടെ കിടന്നിട്ട് ചെയ്ത്. ഞാൻ എന്തൊട്ട് ചെയ്യണേ അത് ചോദിച്ചു. അതാണ് ചെയ്യാൻ നിക്കണേ. പിന്നെ ഞാൻ കറക്റ്റായിട്ട് ആട്ടാങ്ങ ഇറങ്ങാൻ നിന്ന്. എല്ലാരും ഫസ്റ്റ് എത്തി, ഞാൻ മാത്രമേ ലാസ്റ്റ് എത്തി. വട്ടം കറങ്ങിട്ട് താഴാണെങ്കിലോ നല്ല രീതി കറങ്ങണ്. പിന്നെ ഞാൻ ചെയ്ത് മേലെന്ന് താഴേക്ക് ഓടി വന്നേ. ഇനി കറങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴാ മനസ്സിലായത് എനിക്ക് പുല്ലില് കയറാൻ നല്ല ഇഷ്ടമാണ്, മേലെന്ന് താഴേക്ക് പോവാന്. അതാകുമ്പോ വട്ടം കറങ്ങാലോ. കൊറേ ആൾക്കാർ ചെയറും എന്താണ് ഫുഡ് ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ട് തിന്നുന്നുണ്ട്. ഞങ്ങളാണെങ്കിലോ ഇറങ്ങി. ഇനി നമ്മക്ക് താഴെ പോയിട്ട് ബീച്ചിന്റെ വ്യൂ ഒക്കെ കാണാം. പപ്പ ചൂച്ചുവിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് വരേ. ഞങ്ങളാണെങ്കിൽ എന്ത് ചെയ്തു, കല്ലിന്റെ മേലെ കേറിയിട്ട് കൊറേ ഫോട്ടോകൾ എടുത്ത്. ഞാൻ എന്താ ചെയ്തു, വീണ്ടും ഇതിനെ മേലെ കേറി. ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നിട്ട് കൊറേ നേരം ഡാൻസ് കളിച്ച് മേലെ നിന്നിട്ട് ഡാൻസ് കളിച്ച് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. അവിടെ നല്ല രീതിക്ക് പടം വരക്കുന്നുണ്ട്. അതുകൊണ്ട് പടങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് കാണാലോ. കൊറേ സ്ഥലത്ത് വരച്ച് വെച്ചിട്ടുണ്ട് പടങ്ങള്. എനിക്ക് നല്ല രീതിക്ക് ഡ്രോയിങ് ഇഷ്ടമായോണ്ട് ഞാൻ എപ്പോഴും ഡ്രോയിങ് വരക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഡ്രോയിങ് ഒക്കെ നോക്കി നിന്ന്. ഈ ചിത്രങ്ങളൊക്കെ കാണാൻ നല്ല രസല്ലേ. രോജാണെങ്കിൽ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒറ്റ. ഈ ചിത്രങ്ങൾ കാണാൻ നല്ല രസല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ട് മനസ്സിലായിട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാനും വലിക്കും വേറെ സ്ഥലത്ത് പോയി. പപ്പയും ജൂച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ഞങ്ങള് ബീച്ചിന് അവിടെ എത്തി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് വീണ്ടും വന്ന് ബീച്ചിക്ക് കേറാന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ 10 റിയാലാണ് ഒരാൾക്ക് കയറാൻ വേണ്ടി. ഞങ്ങൾ പോയപ്പോ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല നല്ല റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് കിടക്കാനും ഇരിക്കാനും അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മക്ക് ഫ്രീ ആയിട്ടാണ് അത്. അവിടെ തണുപ്പിന് ഒരെണ്ണല്ല കൊറേ റൂംസ് ഒക്കെ ഉണ്ട്. തീ കത്തിക്കാനായി അവിടെ വിറകുകളൊക്കെ ഉണ്ട്. തണുപ്പായാല് ചൂടാക്കാൻ വേണ്ടിട്ട് തീ ഉണ്ടാക്കാന് വിറകുകളുണ്ട്. ഞങ്ങളാണെങ്കിൽ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കുന്നു. ഞങ്ങളവിടെ എത്തണ മുമ്പൊക്കെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ എന്താ ചെയ്തു, ബീച്ചിന്റെ അവിടെ ഇരുന്നിട്ട് കണ്ട്.
നല്ല രസല്ലേ അവിടെ ഇങ്ങനെ ബോട്ടുകളും ഷിപ്പുകളൊക്കെ കാണാന് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായി. ആ കാണുന്ന ബിൽഡിംഗ് ആണ് പേൽ ഖത്തർ. പേൽ ഖത്തർ ഇവിടുന്ന് കാണുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നല്ല നല്ല റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറെ പേര് അവിടെ നിന്നിട്ട് ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങളെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് ഇരിക്കുകയാണ്. അവിടെ ഐസ്ക്രീം കടയൊക്കെ ഉണ്ട് കേട്ടോ. ചോദിച്ചാണെങ്കിൽ വെള്ളം എപ്പോഴും കുടിക്കണ കാരണം പപ്പ എന്താ ചെയ്ത് പപ്പയുടെ പോക്കറ്റില് വെള്ളം എടുത്ത് വെക്കാണ്. ഒരുപാട് ദൂരം നടന്നപ്പോ ചുച്ചുക്ക് വയ്യാണ്ടായി. അപ്പൊ പപ്പ എന്താ ചെയ്ത് ചുച്ചുനെ എടുത്ത് പപ്പന്റെ അടുത്ത് കുറെ നേരം പറഞ്ഞ് എടുക്കാനും പപ്പ എടുത്തില്ല. എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. അത് മാത്രല്ല ബെൽ ബട്ടൺ അമർത്തണം. ആ റെസ്റ്റോറന്റ് നിങ്ങൾ കണ്ട നല്ല ഭംഗിയില്ലേ? നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനി ചെയ്യണം കേട്ടോ. അതുപോലെ കണ്ട നിങ്ങൾ കണ്ട അതൊരു സ്റ്റെപ്പാണ് കേട്ടോ. അവിടെ നല്ല രസമല്ലേ, ലൈറ്റുകളുണ്ട്. ഞങ്ങള് ആ കടേന്റെ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോകൾ എടുത്ത് ഞങ്ങള് കുറച്ച് നടന്നപ്പോഴാണ് കണ്ടത് അവിടെ എന്താണ് വെള്ളം വീരണത്, പിന്നെ ജഗ്ഗില കപ്പില. അപ്പൊ ചോദിച്ചപ്പ തുടങ്ങിയതാ വെള്ളം വെള്ളം വെള്ളം. ലൈറ്റൊക്കെ കാണാൻ സ്റ്റെപ്പാണ്. നമുക്ക് കാലൊടിനാല സ്റ്റെപ്പുമ്മ ഇരിക്കാം. നമുക്ക് ഇനി ആ സ്റ്റെപ്പുമ്മ കേറിയിട്ട് നേരം റെസ്റ്റ് എടുക്കാം. ചോദിച്ചാണെങ്കിൽ ഇങ്ങനെ ബാക്കി നടന്നു വരാണ്. ഞാനാണെങ്കിലും പപ്പയുടെ കൈ പിടിച്ച് വരാണ്. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോ ഒറ്റോട്ടം അവിടെ കൈ വിട്ടിട്ട് ഞാൻ ഏറ്റവും മേലൊക്കെ പോയി. ചോദിച്ചാണെങ്കിൽ പകുതി വന്നിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അവിടെ തോന്നുന്നുണ്ട്. എനിക്കൊന്നും കാണില്ല. നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ആ സ്റ്റെപ്പുകളൊക്കെ എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുതരോ? എത്ര ഉണ്ടെന്ന് പറഞ്ഞാല് കിട്ടിയാൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. കുറെ ആൾക്കാര് ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റഗ്രാമില് റീലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ലാണ്ട് ലേറ്റ് എത്ര കണ്ടു. എനിക്ക് എന്താ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. നടക്കാന് പറ്റണില്ല. എന്താ വെച്ചാല് ടയേർഡായിപ്പോ ഞാൻ അവിടെ ചെയർ കണ്ടപ്പോ അവിടെ ഇരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലൊരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. ആ ഗിഫ്റ്റിനുള്ളിൽ ഞങ്ങളിപ്പൊ കേറാൻ പോവാട്ടോ. ആ ഗിഫ്റ്റിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇനി പാർട്ട് 2 വരുന്നുണ്ട്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഇതിന്റെ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. അതിനുള്ളിൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. നിങ്ങള് ഈ വീഡിയോയും ആ വീഡിയോ എന്റെ എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാൻ. ഞങ്ങള് 3-4 പേരും ഫ്രണ്ടിക്ക് പോയപ്പോഴാണ് 2 യെലയും റെഡും റോബോട്ട് കണ്ടത്. അവർ 2 പേര് ഫൈറ്റിലാന്നാ തോന്നാത്. ഞാൻ എന്ത് ചെയ്ത അതിനടുത്തേക്ക് പോയിട്ട് കുറെ ഫോട്ടോസ് എടുത്ത്. ചോദിച്ചാണെങ്കിൽ യെലോന്റെ അടുത്ത് പോയി, ഞാനാണെങ്കിൽ റെഡിന്റെ അടുത്ത് പോയി. പിന്നെ ഞാൻ എന്താ ചെയ്ത് ചോദിച്ചു കാണാണ്ട് യെലോന്റെ അടുത്ത് പോയി, ഞാൻ കാണാണ്ട് ചുച്ചു റെഡിന്റെ അടുത്ത് പോയും ചെയ്തു. ഇതാണ് ആ ഗിഫ്റ്റിന്റെ ഫ്രണ്ട് ഭാഗം, എൻട്രൻസ്. എല്ലാരും എന്റെ അടുത്ത വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണം.